ഒരു വിനാഴികമാണ് മനസ്സിൽ ഹസ്തനപുരം വരിച്ച് സ്ഥാനത്യാഗം ചെയ്ത രാജാവ് പിന്നീട് ഇരുട്ടിലും ചിരിച്ചു. രണ്ടാം ഊഴം എന്നത് MD വാസുദേവൻ നായരുടെ മലയാളത്തിലെ തന്നെ ഏറ്റവും പ്രശസ്തമായ ഒരു നോവലാണ്. മഹാഭാരതത്തെ ഭീമന്റെ കണ്ണിലൂടെ പുനരവതരിപ്പിക്കുന്ന ഈ കൃതി ഒരു ഇതിഹാസത്തിന്റെ മറുവശം കൂടി വായനക്കാർക്ക് കാട്ടിക്കൊടുക്കുന്നു. രണ്ടാം ഊഴത്തിലെ പ്രധാനപ്പെട്ട കഥാപാത്രം ഭീമനായിരുന്നു. വനവാസകാലത്ത് പാണ്ഡവരെ സംരക്ഷിച്ചു പോന്ന ഭീമൻ, രാജസിംഹാസനം വേണ്ട എന്ന് തീരുമാനിച്ച ഭീമൻ, എന്തിന് ദ്രൗപദിയുടെ മാനം രക്ഷിക്കുവാൻ കീചകനുമായി ഏറ്റുമുട്ടിയത് അർജുനനോ യുധിഷ്ഠിരനോ ആയിരുന്നില്ല, മറിച്ച് അത് ഭീമനായിരുന്നു. ഒടുവിൽ കാവൽക്കാരോടെല്ലാം പടവെട്ടി ദ്രൗപദിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കല്യാണ സൗഗന്ധിക പൂക്കൾ പറിച്ചുകൊണ്ട് അവളുടെ നേരെ നീട്ടുന്നത് MD മനോഹരമായി രണ്ടാം ഊഴത്തിൽ വിവരിക്കുന്നുണ്ട്. മഹാഭാരതം വീണ്ടും വായിച്ച അനുഭവമല്ല, മറിച്ച് ഭീമന്റെ ജീവിതം ജീവിച്ച അനുഭവമാണ് രണ്ടാം ഊഴം വായനക്കാർക്ക് മുമ്പിൽ തുറന്നു കാണിക്കുന്നത്. തീർച്ചയായിട്ടും എല്ലാ മലയാളികളും വായിച്ചിരിക്കേണ്ട ഒരു പുസ്തകം തന്നെയാണ് രണ്ടാം ഊഴം.